വിശുദ്ധ ലിഖിതങ്ങളിൽ പറയുകയാണ്, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനിൽ ദൈവം തന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ ഛായ? ദൈവത്തിന്റെ ഛായ അത് സ്നേഹമാണ്. God is love. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവിൽ നിന്നാണ് അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത്. സഹോദരങ്ങളെ, മനുഷ്യനെ കുറിച്ചുള്ള ദൈവഹിതം, ദൈവ പദ്ധതി എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷം അവന്റെ ആത്മാവ് തിരികെ ദൈവസന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽപ്പെട്ട്, പാപത്തിന്റെ അന്ധകാരത്തിന്റെ അടിമത്തങ്ങളിൽപ്പെട്ട്, ഭിന്നതയും വെറുപ്പും വിദ്വേഷവും കലഹങ്ങളും അസൂയയും അഹങ്കാരവും അഹന്തയും ദുർമോഹങ്ങളും ദുരാഗ്രഹവും സ്വാർത്ഥതയും അഴിമതിയും കൈക്കൂലിയും മദ്യപാനവും ലഹരി വസ്തുക്കളും ജടികാസക്തികളും അങ്ങനെ ഈ ലോകത്തിന്റെ പാപത്തിന്റെ പൈശാചികതയുടെ അന്ധകാരത്തിൽ ആണ്ടുപോയ മനുഷ്യൻ അവൻ ദൈവത്തിൽ നിന്നും വളരെ വളരെ അകന്നുപോയി. തന്റെ പ്രിയ മക്കൾ, മനുഷ്യമക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ ആഗ്രഹിക്കാത്ത സ്വർഗത്തിലെ നല്ലവനായ ദൈവം തന്റെ പ്രിയ മക്കളോട് കാണിച്ച അളവില്ലാത്ത അനന്തമായ കരുണയാണ് തന്റെ ഏകജാതനായ ദൈവം തന്നെയായ ദൈവപുത്രനായ യേശുവിനെ അവിടുന്ന് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി തന്റെ ഏകജാതനായ യേശുവിനെ മനുഷ്യപുത്രനായി അവിടുന്ന് ഈ ലോകത്തിലേക്ക് അയച്ചത്.